ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്നെ എടുത്തതെന്ന് വെച്ചാൽ വൃശ്ചികം ഒന്നില്ലേ അന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പം അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോയി. നമ്മുടെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടുന്ന ആ ഒരു സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചാൽ ആദ്യം ഇത് ഇട്ടതിന് ശേഷം ഇതിടാന്ന്. സ്റ്റിച്ചിങ് ഒക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം എടുത്ത കേട്ടോ. അപ്പോൾ വൃശ്ചികം ഒന്നായിട്ട് അന്ന് രാവിലെ തന്നെ ഞാൻ അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ രാവിലെ തൊട്ടുള്ള കാര്യങ്ങൾ എടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എപ്പോഴത്തേയും പോലെ തന്നെ ഞാൻ ആദ്യം മുതലുള്ള കാര്യങ്ങൾ എടുക്കാനായിട്ട് വിട്ടുപോയി. അങ്ങനെ ഇപ്പോൾ ദാണ്ടെ കുളിച്ച് റെഡിയായി അമ്പലത്തിലൊക്കെ പോയി. തൊട്ടടുത്തൊരു അമ്പലം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേഗം പോയി വരാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ എല്ലാ 1-ാം തീയതിക്കും അവിടെ ഇതുപോലെ ഈ ഒരു പ്രസാദം ഉണ്ട് കേട്ടോ. അതിലും മലരും എല്ലാവർക്കും വെച്ചിട്ടുള്ള ഒരു പ്രസാദം കിട്ടും. അങ്ങനെ രാവിലെ തന്നെ പോയി പ്രാർത്ഥിച്ചു. പ്രസാദമൊക്കെ ആയിട്ട് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ആശിക്കുട്ടൻ ഏബലിലൊന്നും സ്കൂളിലൊന്നും പോകണമായിരുന്നു. അപ്പോൾ അവരും അന്ന് രാവിലെ തന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പിന്നെ എനിക്കും ക്ലാസ് ഇല്ല, അതുകൊണ്ട് ഇന്ന് ഫുൾ ഡേ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ട്യൂഷനും ഉണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക, അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി. ഓക്കെ, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ തലേ ദിവസം കുറച്ച് പഴം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട്. ഞാൻ കുറേ നാളെ പഴംപൊരി ഇതുപോലെ വീട്ടിലുണ്ടാക്കിയിട്ട്, അതുപോലെ ഞാൻ പുറത്തുനിന്ന് അങ്ങനെ പഴംപൊരി കഴിച്ചിട്ടും കുറേ നാളായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു പഴംപൊരി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ ഐറ്റംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ യൂട്യൂബിലൊന്നും നോക്കിയിരുന്നില്ല, പണ്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർമ്മയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ആവശ്യം വേണ്ടിയിട്ടുള്ള മാവെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കടലപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. മൈദ ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ ഏബൽ പോയിട്ടാണ് മൈദ മേടിച്ചുകൊണ്ട് വന്നത് തന്നെ. അങ്ങനെ അതിൻ്റെ പരിപാടികളവിടെ നടക്കുകയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഓയിൽ പിടിക്കാത്ത രീതിയിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരു ടിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അത് നോക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് വേറൊരു സജഷൻ കണ്ടത്, കുറച്ചും കൂടി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് റവയൊക്കെ ചേർക്കാമെന്ന്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇതൊക്കെ ആയിരുന്നു. ഞാൻ എൻ്റെ വിചാരം മൈദയൊക്കെ വെച്ചിട്ടാണ് ഇതാക്കുന്നതെന്നാണ്. അപ്പോൾ റവയൊക്കെ ഇട്ടാൽ ക്രിസ്പി ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് റവയൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇത് ഞാനൊരു ഫുൾ ഡേ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നും നടന്നില്ല. അതുകൊണ്ട് അന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആവശ്യം വേണ്ടിയുള്ള റവയെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ച് സക്സസ് ആയി വരുമെന്നൊന്നും അറിയത്തില്ല. കാരണം കുറേ നാൾക്ക് മുന്നെയാണ് ഞാൻ ഈ പഴംപൊരി ഉണ്ടാക്കിയത് തന്നെ. പിന്നെ ഇതെൻ്റെ അങ്ങനെ വലിയ ഫേവറേറ്റ് ഒന്നുമല്ല, എപ്പോഴെങ്കിലുമൊക്കെ കിട്ടിയാൽ കഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. പിന്നെ കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഴം നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ മധുരം ചേർക്കണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നേ. അവസാനം ഞാൻ വിചാരിച്ച കുറച്ച് തേൻ ചേർക്കാമെന്ന്. ആദ്യമായിട്ടായിരിക്കും പഴംപൊരി ഉണ്ടാക്കുമ്പോഴത്തേക്ക് തേനൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പഞ്ചസാരയ്ക്ക് പകരം ഇടുന്ന കേട്ടോ. പക്ഷേ ഇതിന് പകരം ഞാൻ നല്ല രീതിയിൽ ഐസ്ക്രീമും ചോക്ലേറ്റൊക്കെ കഴിക്കും, അത് വേറെ കാര്യം. അങ്ങനെ ഡയറ്റ് നോക്കിയിട്ടല്ല, ഒരു തോന്നലിന് വേണ്ടിയിട്ട് കുറച്ച് തേനൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല ഒരു ടിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നെന്ന്. അതായത് എണ്ണ അധികം കുടിക്കാതിരിക്കാനായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ പരിപാടികളൊന്നുമില്ല. ഒരു നാരങ്ങ എടുക്കുക. നാരങ്ങ എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം ആ അരമുറി നാരങ്ങ ഫുൾ അതിൻ്റെ ജ്യൂസ് എടുക്കുക. അതെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തിട്ട് കുറച്ച് സോഡാപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇങ്ങനെ പതഞ്ഞ് വരും. അതിൻ്റെ അകത്തേക്ക് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, അത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു കുറച്ച് സമയം മാറ്റി വെക്കുക. അപ്പോഴത്തേക്ക് എണ്ണ ചട്ടിയൊക്കെ ചൂടാക്കി ആ ഒരു സമയം മതിയാവും കേട്ടോ. അത്രയും ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എണ്ണ പിടിക്കുന്നില്ലെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, ഇനി ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്ത് നോക്കുന്നത്. അങ്ങനെ തന്നെ അതെല്ലാം ഒഴിച്ചെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് വേറൊരു കാര്യം ആലോചിച്ചത്, കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടി ചേർക്കാമെന്ന്. അങ്ങനെ അതും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്കിതിനി കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ രണ്ട് ചട്ടിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സാധാ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല, എടുത്ത് എണ്ണയിൽ ഇടുക, റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ എൻ്റെ മെയിൻ ഡൗട്ട് ഇതായിരുന്നു, എണ്ണ പിടിക്കുമോ ഇല്ല എന്നുള്ള കാര്യം. കാരണം എനിക്ക് ഞാൻ മധുരം കൂടുതൽ കഴിക്കുമെങ്കിലും എനിക്കങ്ങനെ എണ്ണ അങ്ങ് ഓവർ കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. കഴിക്കും, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ നന്നായിട്ട് കഴിക്കുമെങ്കിലും ഇതൊക്കെ പിന്നെ കുറച്ചും കൂടി അങ്ങ് എണ്ണയില്ലേ. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്തെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഞാനതുകൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എനിക്ക് ഒരുപാട് എണ്ണ പിടിച്ചതിനോട് അങ്ങനെ കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തവരൊന്നും കൊണ്ടല്ല, എനിക്ക് ഒരുപാട് എണ്ണ കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മത്തടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കഴിക്കില്ല. പക്ഷേ മധുരമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കും കേട്ടോ. അങ്ങനെ നോക്കിയതാണ്. അപ്പോൾ എന്തായാലും ലാസ്റ്റ് നമുക്ക് കണ്ടറിയാം എണ്ണ പിടിച്ചോ ഇല്ലയോ എന്ന്. അപ്പോൾ എല്ലാം എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ആക്കി എടുക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, തീ കുറച്ച് കൂടി ഇരുന്നുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രശ്നം വന്നോളൂ. അപ്പോൾ ഏകദേശം ഓരോന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ പഴം നല്ല രീതിയിൽ കട്ട് ചെയ്താട്ടോ എടുത്തേക്കുന്നത്. അങ്ങനെ ചെറിയ പീസാക്കിയിട്ടാട്ടോ എടുത്തത്. മുമ്പ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഐറ്റം ആയിരുന്നു കേട്ടോ ഈ ഏത്തക്ക എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് അത് ആകെ കഴിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ ആവിയിൽ പുഴുങ്ങിയെടുക്കത്തില്ലേ, അതുപോലെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് അതിൻ്റെ ടേസ്റ്റും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതുപോലെ ഏത്തക്ക അങ്ങനെ അങ്ങ് കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഇതുപോലെ പഴംപൊരിയൊക്കെ ആക്കി എടുത്താലും കഴിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞാൻ ഇതുപോലെ ഇടയ്ക്ക് നെയ്യിലൊക്കെ ഇതുപോലെ ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ, അതുപോലെയും കഴിക്കും. അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഏകദേശം നമ്മുടെ പരിപാടി കഴിയാറായി വരുന്നുണ്ട്. ഇതുവരെ എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തായാലും എണ്ണ പിടിച്ചോന്ന് ചോദിച്ചാൽ
ഇതുവരെ ഇപ്പം അതിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും അപ്പോഴും നല്ല എണ്ണ കാണുമല്ലോ. അപ്പം ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എന്തായി എന്നൊക്കെ. അങ്ങനെ ഞാനിത് സത്യം പറഞ്ഞാൽ ഇന്നലെ ഉണ്ടാക്കിയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നലെ എന്തോ മടി പിടിച്ചിട്ട് ചെയ്തില്ല. അങ്ങനെ എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും നാളെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം, നാളെ ഫ്രീ ആയിട്ട് നിൽക്കുവാണല്ലോ. അങ്ങനെ പിന്നെ ഇത് ഇന്നത്തേക്ക് മാറ്റി വെച്ചതാണ്. പിന്നെ പറയാനാണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഇന്നായിട്ട് നല്ല മഴയുണ്ട്. പക്ഷേ എനിക്ക് ഈ മഴയുടെ ക്ലൈമറ്റ് ഒട്ടും അങ്ങോട്ട് ഇഷ്ടമല്ല. അങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുവാണ്. നമ്മുടെ പരിപാടി ഏകദേശം കഴിയാറായിട്ടുണ്ട്. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ നല്ല രീതിയിലായി വന്നു കേട്ടോ. അവസാനമായപ്പോഴത്തേക്ക് എനിക്ക് ക്ഷമയെല്ലാം പോയി. അതുകൊണ്ട് തന്നെ വേവുന്നതിന് മുന്നേ തിരിച്ചൊക്കെ ഇട്ടിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ പോലെ ആയിട്ടുണ്ട്. ആദ്യത്തേക്ക് എന്തായാലും കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. അവസാനം ഇനിയൊരു പ്രശ്നം വന്നത്, പിന്നെ പാത്രത്തിൻ്റെ സൈഡ് മൊത്തമായി ഇരിപ്പുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇതാണ്ടേ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ ഫൈനൽ പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എണ്ണ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അത് ചോദിക്കുകയാണെങ്കിൽ എനിക്കങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തോണ്ട് എന്തായാലും എണ്ണ കാണും, അത് വേറെ കാര്യം. പക്ഷേ എണ്ണ പിടിച്ചോന്ന് ചോദിച്ചാൽ എനിക്കിനി ഞാൻ ചെയ്തതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്തോ, പക്ഷേ നന്നായിട്ട് എണ്ണ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് കൊള്ളായിരുന്നു, ടേസ്റ്റ് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ആശുക്കുട്ടനൊക്കെ കൊടുത്തപ്പോഴത്തേക്കും കൊള്ളാമെന്ന് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഐറ്റം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, എല്ലാം സെറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ടാറ്റാ.